ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റി യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാ എക്സാമിനും, സ്പെഷ്യലി ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് സംസ്ഥാന പുനഃസംഘടന. ഇന്ന് നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഏകദേശം 500-ലധികം പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളും കൂടാതെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ നേരിട്ട് ഭരണം നടത്തിയിരുന്ന ചില സ്ഥലങ്ങൾ, അതായത് പ്രൊവിൻസസ്, പ്രവിശ്യ എന്നൊക്കെ അറിയപ്പെടുന്നു. പക്ഷെ ഇന്ന് 2025 നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസും മാത്രമാണുള്ളത്. അപ്പോൾ ഇത്രയും അധികം നാട്ടുരാജ്യങ്ങളെയൊക്കെ സംയോജിപ്പിച്ച് ഇന്ന് കാണുന്ന രീതിയിൽ റീഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ ഇത് അച്ചീവ് ചെയ്തത് എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഏകദേശം 562 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇവർക്ക് 3 ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഒന്നല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ തുടരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം. ഇത് രണ്ടും അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്കല്ല, മറിച്ച് ഭരണാധികാരികൾക്കായിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് അല്ലെങ്കിൽ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സർദാർ വല്ലഭായ് പട്ടേൽ അതുപോലെ തന്നെ മലയാളിയായ VP മേനോന് ചേർന്നിട്ട് ഒരു കരാറുണ്ടാക്കി. ഈ കരാറാണ് ലയനക്കരാർ എന്നറിയപ്പെടുന്നത്. കൂടാതെ 1947 നാട്ടുരാജ്യ വകുപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ഡിപ്പാർട്ട്മെന്റും കൂടി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് രൂപീകരിച്ച ഈ പറയുന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി എന്ന് പറയുന്നത് ഒബിയസ്ലി സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ മലയാളിയായ VP മേനോനാണ്. ഈ സംയോജനത്തിനായിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയതും VP മേനോനാണ്. പ്രധാനമായിട്ട് ഈ ഒരു വിഷയത്തിൽ 3 തരത്തിലുള്ള പരിഗണനയാണ് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിരുന്നു താല്പര്യം. അപ്പോൾ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണമെന്ന് ഗവൺമെന്റിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ചില ട്രൈബൽ ഏരിയാസിനൊക്കെ അവരുടേതായിട്ടുള്ള ട്രഡീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇന്ത്യയിൽ ചേരുന്ന ചില പ്രദേശങ്ങളുടെ വൈവിധ്യം സംരക്ഷിക്കുന്നതിന് അവർക്ക് സ്വയംഭരണ അടക്കമുള്ള ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാനും ഇന്ത്യ തയ്യാറായിരുന്നു. അതുപോലെ തന്നെ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ എന്നൊരു രാജ്യം നമ്മൾ കണക്കാക്കുമ്പോൾ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരുകൾ ഏകീകരിക്കേണ്ടതും അനിവാര്യമായിരുന്നു. ഈ ലയന കരാർ അനുസരിച്ചിട്ട് നാട്ടുരാജ്യങ്ങൾ പ്രധാനമായിട്ടും 3 വകുപ്പുകളാണ് നമ്മുടെ ഇന്ത്യൻ യൂണിയന് കൈമാറേണ്ടിയിരുന്നത്. അതാണ് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം എന്ന് പറയുന്നത് ഭാവ്നഗറാണ്. പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. കാരണം 1947 തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ എന്ത് പറഞ്ഞു? തിരുവിതാംകൂറിനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പം ഇതിനെതിരെ വളരെ വലിയൊരു പ്രക്ഷോഭമൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. പുന്നപ്ര വയലാർ നമ്മൾ കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് വളരെ ക്ലിയർ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രക്ഷോഭത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് 1947 ജൂലൈ 28 തിരുവിതാംകൂർ രാജാവ് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള ലയനക്കരാറിൽ ഒപ്പിടുകയാണ് ഉണ്ടായിരുന്നത്. ഈ ഇന്ത്യയിൽ ചേരാതെ നിന്ന 4 സ്ഥലങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു: ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ, മണിപ്പൂർ. അപ്പം ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന 2 പ്രക്രിയകളാണ്. ഒന്ന് സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റും രണ്ടാമത്തത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസെഷൻസ് എന്നിവ. ഇതിൽ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റിൽ പറയുന്നത് നിലവിലുള്ള വ്യവസ്ഥകളും ഭരണക്രമവും നിലനിർത്തി തന്നെയുള്ള ഒരു ഉടമ്പടിയായിരുന്നു. അതേസമയം ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസെഷനിൽ പറയുന്നത് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നീ അധികാരങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിലും മറ്റ് ആഭ്യന്തര അധികാരങ്ങൾ നാട്ടുരാജ്യക്കന്മാരിലും നിക്ഷിപ്തമാവുന്ന ഒരു വ്യവസ്ഥ. അങ്ങനെ 2 തരത്തിലുള്ള ഓപ്ഷനാണ് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ കൊടുത്തത്. ആദ്യമായിട്ട് കാശ്മീർ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതെന്ന് നമുക്ക് നോക്കാം. കാശ്മീരിലെ രാജാവായിരുന്നു രാജ ഹരിസിംഗ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാനായിട്ടൊരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. അതുപോലെ തന്നെയായിട്ട് ഇന്ത്യ ആയിട്ട് ഒപ്പിടുന്നതിനെ കുറിച്ചും പുള്ളി ചിന്തിച്ചു. ആ സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് കാശ്മീരിലേക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യയോട് സൈനിക സഹായം അഭ്യർത്ഥിക്കും. അപ്പം ഇന്ത്യ പറയും, സൈനിക സഹായമൊക്കെ തരാം, പക്ഷേ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസെഷനിൽ സൈൻ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഷേഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാരിനെ അവരോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ 1947 ഒക്ടോബർ 26 ഇന്ത്യയുമായിട്ട് കാശ്മീർ ഒരു ലയനക്കരാറിൽ ഒപ്പിട്ടു. ലയനക്കരാറിൽ സൈൻ ചെയ്ത രാജാവാണ് രാജ ഹരിസിംഗ്. അങ്ങനെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി തീർന്നു. ഈ സമയത്ത് കാശ്മീരിലെ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകിയതാരാണ്? ഷേഖ് അബ്ദുള്ളയാണ്. ഇനി രണ്ടാമത്തതാണ് ജുനഗഡ്. ജുനഗഡ് ഗുജറാത്തിൽ വരുന്ന ഒരു ഏരിയയാണ്.
റഫറണ്ടം അല്ലെങ്കിൽ ജനഹിത പരിശോധന വഴിയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ജുനഗഡിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് സമൽദാസ് ഗാന്ധിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 1948 ഫെബ്രുവരി 24 ഒരു റഫറണ്ടം നടന്നു. അങ്ങനെ ഭൂരിപക്ഷ ആളുകൾക്കും ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിരുന്നു ആഗ്രഹം. അങ്ങനെ ജുനഗഡ് 1948 ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ ഭാഗമായി തീർന്നു. ഈ ജുനഗഡിലെ അവസാനത്തെ ദിവാൻ എന്ന് പറയുന്നത് ഷാനവാസ് ഭൂട്ടോയാണ് കേട്ടോ. അടുത്ത നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ തന്നെ ജനസംഖ്യാടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ രാജ്യവും അതുപോലെ തന്നെ വളരെ സമ്പന്നവുമായ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ്. ഹൈദരാബാദിലെ ഭരണാധികാരികളുടെ സ്ഥാനപ്പേരാണ് നൈസാം എന്നറിയപ്പെടുന്നത്. അപ്പം ഈ നൈസാമിന് ഹൈദരാബാദിനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിർത്താനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അയാൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 1947 നവംബറിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടൊരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, ഹൈദരാബാദിലുള്ള ജനങ്ങൾക്കൊക്കെ എന്താണ്, ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിരുന്നു ആഗ്രഹം. അപ്പം നൈസാമിൻ്റെ ഈ തീരുമാനത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ നാട്ടുരാജ്യത്ത് തന്നെ പല എതിർപ്പുകൾ വരാൻ തുടങ്ങിയപ്പോൾ പുള്ളിയുടെ അർദ്ധ സൈനിക വിഭാഗം, റസാക്കർസ് എന്ന് പറയുന്ന ഒരു അർദ്ധ സൈനിക വിഭാഗത്തെ വെച്ചിട്ട് ഇതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ സ്ഥിതിഗതികൾ വഷളായപ്പോൾ എന്ത് ചെയ്തു, കേന്ദ്ര ഗവൺമെൻറ് ഒരു സൈനിക നീക്കം ആരംഭിച്ചു. കേന്ദ്ര ഗവൺമെൻറ് ഈ പറയുന്ന വിഷയത്തിൽ ഇടപെടുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ഹൈദരാബാദിൻ്റെ ജോഗ്രഫിക്കൽ പ്രത്യേകത നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ്. ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളായിട്ട് ലാൻഡ് ലോക്കായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ള റീജിയണിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യുന്നതിന് ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്ത സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. 1948 സെപ്റ്റംബർ 17 ഇത് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈനിക നീക്കം വഴിയാണ് ഹൈദരാബാദിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്. ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരി അല്ലെങ്കിൽ നൈസാം ആയിരുന്നത് മിർ ഉസ്മാൻ അലിയാണ്. ഈ ലയനം നടക്കുന്നത് 1949 നവംബർ 23 യൂണിയനിൽ ലയിക്കാതെ നിന്ന 4ാമത്തെ നാട്ടുരാജ്യമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മണിപ്പൂരിലെ മഹാരാജാവ് ബോധചന്ദ്ര സിംഗ് ആയിരുന്നു. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനാഭിപ്രായത്തിന് വഴങ്ങിയിട്ട് മണിപ്പൂരിലൊരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തി. 1948 ജൂണിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത്. ഇതിനുശേഷം ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കുകയും ചെയ്തു. മണിപ്പൂരിൽ ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് നിലവിൽ നിന്നിരുന്നത്. പിന്നെ നമ്മുടെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം എന്നറിയപ്പെടുന്നത് മണിപ്പൂരാണ്. ഇത് 1948 ജൂണിൽ. അങ്ങനെ മണിപ്പൂരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്ന കാര്യത്തിൽ അവിടുത്തെ നിയമനിർമ്മാണ സഭയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. മണിപ്പൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഈ ലയനത്തെ പിന്തുണച്ചു. പക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ ലയനത്തിനെതിരായിരുന്നു. ഒടുവിൽ അവർ രണ്ടുപേരും തമ്മിലൊരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ട് മണിപ്പൂർ മഹാരാജാവ് ലയന കരാറിൽ ഒപ്പുവയ്ക്കുകയാണ് ഉണ്ടായത്. 1949 സെപ്റ്റംബർ 21 ഈ പറയുന്ന രാജാവ് ഈ ലയനക്കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. നമ്മൾ ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളുടെ ലയനമൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിക്കൽ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ കുറേ പ്രദേശങ്ങളൊന്നും ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല. അതിന് പ്രധാന കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷവും ഫ്രാൻസിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഒക്കെ ചില അധിനിവേശ പ്രദേശങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രക്ഷോഭങ്ങളെ തുടർന്ന് 1954 ഫ്രാൻസ് അവരുടെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കൈമാറും. അതാണ് പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ, യാനം. പക്ഷേ പോർച്ചുഗീസുകാർ അവരുടെ സ്ഥലങ്ങൾ നമുക്ക് തരില്ല. അങ്ങനെ 1961 ഡിസംബർ 19 നമ്മളൊരു സൈനിക നടപടി, ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയുടെ ഭാഗമായിട്ടാണ് പോർച്ചുഗീസുകാർ ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ നമുക്ക് കൈമാറുന്നത്. അങ്ങനെ 1950 ഇന്ത്യ റിപ്പബ്ലിക്കായി. അപ്പം ഇന്ത്യ റിപ്പബ്ലിക്കായ സമയത്ത് ഈ മൊത്തം പ്രദേശങ്ങളെ ഒരു ABCD എന്ന് പറഞ്ഞിട്ട് 4 പാർട്ടായിട്ടാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നമുക്കറിയാമല്ലോ, കുറേ സമയത്തിന് ശേഷമാണ് സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറിയും ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇതിന് മൊത്തത്തിനെ ഒരു ABCD എന്ന് പറഞ്ഞ് 4 പാർട്ടായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. പാർട്ട് A എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 9 മുൻ ഗവർണർമാരുടെ പ്രവിശ്യകളായിരുന്നു. പാർട്ട് B എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ തന്നെ നിയമനിർമ്മാണ സഭകളുള്ള 9 നാട്ടുരാജ്യങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പാർട്ട് Cയിലാകട്ടെ സംസ്ഥാനങ്ങളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുൻ ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളും പഴയ നാട്ടുരാജ്യങ്ങളും ഉൾപ്പെട്ടതായിരുന്നു. ഇത് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. പാർട്ട് Dയിലാണ് നമ്മൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളെ ഉൾപ്പെടുത്തിയിരുന്നത്. അങ്ങനെ 4 പാർട്ടായിട്ടാണ് നമ്മുടെ ഭരണഘടനയിൽ ഈ പറയുന്ന രാജ്യങ്ങളെ മൊത്തം ചേർത്തത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവർ സംസാരിക്കുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ പല പ്രതിഷേധമൊക്കെ ഉയർന്നു വന്നപ്പോൾ
കേന്ദ്ര ഗവൺമെൻറ് അതിനെപ്പറ്റി പഠിക്കുന്നതിന് പല കമ്മീഷൻ എങ്ങനെയായിരിക്കണം സംസ്ഥാന പുനഃസംഘടന വേണ്ടത്, ഭാഷാടിസ്ഥാനത്തിൽ വേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ വേണോ, അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് പല കമ്മീഷനെ നിയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആദ്യമായിട്ട് നിയോഗിച്ച കമ്മീഷനാണ് എസ് ധർ കമ്മീഷൻ. 1948 ജൂണിലാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ഇവർ പറയുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാഷാടിസ്ഥാനത്തിൽ വേണ്ട, പക്ഷെ ഭരണഘടനാപരമായ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പുനഃസംഘടന വേണ്ടതെന്ന്. അപ്പോൾ 1948 ഡിസംബറിലാണ് ഈ ഒരു റിപ്പോർട്ട് നൽകുന്നത്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വീണ്ടും വീണ്ടും പ്രതിഷേധം ഉണ്ടായി. അപ്പോൾ വീണ്ടും ഇതിനെപ്പറ്റി പഠിക്കുന്നതിന് വന്ന കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. 1948 ഡിസംബറിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ഇതിൽ JVP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ, ഇവർ 3 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ കൊടുക്കുന്ന റിപ്പോർട്ടും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. ഇന്ത്യയിലെ പല ഭാഗത്തും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് പല പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ഒരു പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെട്ട് പോറ്റി ശ്രീരാമലു നിരാഹാരം അനുഷ്ഠിച്ചു. 58 ദിവസത്തെ നിരാഹാരത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, മദ്രാസ് സംസ്ഥാനത്തിൽ നിന്നും തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1953 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ മറ്റുള്ളവരും എന്താണ്, അവരുടെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള ആവശ്യം ശക്തമാക്കി. അപ്പം ഇതിനെ തുടർന്ന് 1953 ഡിസംബറിൽ ഫസൽ അലിയുടെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. ഇതിൽ 3 മെമ്പേഴ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത്: ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. അങ്ങനെ ഇവർ ഒരു റിപ്പോർട്ട് കൊടുത്തു. 1955 ഇവർ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന വേണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു. പക്ഷേ ഒരു ഭാഷ ഒരു സംസ്ഥാനം എന്നുള്ളൊരു ആവശ്യം കമ്മീഷൻ നിരാകരിക്കുകയാണ് ഉണ്ടായിരുന്നത്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം, 7ാമത് ഭരണഘടനാ ഭേദഗതി എന്നിവ പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 1956 നവംബർ 1 നിലവിൽ വന്നു. ട്യൂഷൻ്റെ ഓരോ പാർട്ട് പഠിക്കുമ്പോൾ കാണാൻ പറ്റും 7ാമത്തെ പാർട്ട് ഡിലീറ്റ് ചെയ്തതായിട്ട്. ഈ 7ാമത്തെ പാർട്ടിൽ എന്താണ് ഉൾപ്പെടുത്തിയിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാർട്ട് സ്റ്റേറ്റ് ഇൻ ദ പാർട്ട് ബി ഓഫ് ഫസ്റ്റ് ഷെഡ്യൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്, റിപ്പബ്ലിക് ആവുന്ന സമയത്ത് നമ്മൾ ABCD എന്ന് പറഞ്ഞിട്ട് 4ആയിട്ടാണ് നമ്മുടെ രാജ്യത്തെ സ്ഥലങ്ങളെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കി ഷെഡ്യൂൾ 1 കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പാർട്ട് ബിയിൽ പറയുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ 7ാമത്തെ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ പുതിയ സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ പിന്നീട് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ആ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അതാണ് 7th അമെൻമെൻറ്റിൽ വരുന്നത്. അങ്ങനെ 1956 നവംബർ 1 14 സംസ്ഥാനവും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നെന്ന് പറഞ്ഞു. അന്ന് തന്നെയാണ് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത്. തിരുക്കൊച്ചി, മലബാർ പ്രദേശങ്ങൾ സംയോജിപ്പിച്ചിട്ടാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത്. അതിന് പുറമെ അന്ന് രൂപപ്പെട്ട സംസ്ഥാനങ്ങളാണ് ബീഹാർ, അസം, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, മൈസൂർ, മദ്രാസ്, ജമ്മു ആൻഡ് കാശ്മീർ, ബോംബെ, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, ഒറീസ. പിന്നെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പേര് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക കേട്ടോ. 1960 ബോംബെ എന്ന് പറഞ്ഞ സംസ്ഥാനം വിഭജിച്ചിട്ട് മഹാരാഷ്ട്ര, പിന്നെ ഗുജറാത്താണ് 15ാമത്തെ സംസ്ഥാനമായിട്ട് രൂപം കൊള്ളുന്നത്. പിന്നീട് 1963 നാഗാലാൻഡ് നിലവിൽ വരുന്നത്. 1966 ഹരിയാന രൂപം കൊണ്ടു. 1972 നമ്മുടെ വടക്കിഴക്കൻ പ്രദേശങ്ങളായിട്ടുള്ള മണിപ്പൂർ, ത്രിപുര, മേഘാലയ എന്നിവ നിലവിൽ വന്നു. 1975 സിക്കിം രൂപീകൃതമായത്. 1975 സിക്കിം രൂപീകൃതമായതിൻ്റെ ഗോൾഡൻ ജൂബിലി നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നീട് 1987 മിസോറാം, അരുണാചൽ പ്രദേശ്, ഗോവ എന്നീ സംസ്ഥാനങ്ങൾ രൂപീകൃതമാകുന്നത്. 2000 ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നിവ നിലവിൽ വരുന്നത്. അത് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളെ വിഭജിച്ചിട്ടാണ് ഈ 3 സ്റ്റേറ്റും രൂപീകൃതമാകുന്നത്. 2014 ആന്ധ്രാപ്രദേശിനെ വീണ്ടും വിഭജിച്ചുകൊണ്ട് തെലങ്കാന സംസ്ഥാനവും രൂപീകൃതമായി. പേരുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മൈസൂർ എന്നുള്ളത് കർണാടക എന്നായി, ഒറീസ എന്നുള്ളത് ഒഡീഷ എന്നായി, അതുപോലെ തന്നെ മദ്രാസ് ഉള്ളത് തമിഴ്നാടായി. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസം പേരുകളിലും വരുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും എന്നാണ് ഫോം ചെയ്തതെന്ന് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല എക്സാമിനും അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഓഫ് ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്.
നമ്മുടെ അനുച്ഛേദം 370 പ്രകാരം ജമ്മു കാശ്മീരിന് ഒരു പ്രത്യേക പദവി നൽകിയിരുന്നു. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീരിന് നൽകിയിരുന്ന ആ ഒരു പ്രത്യേക പദവി പിൻവലിക്കുകയും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 2020 ജനുവരി 26 ദാമൻ, ദിയു, ദാദ്ര ആൻഡ് നഗർ ഹവേലി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ലയിപ്പിക്കുന്നു. നിലവിൽ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്. നമ്മുടെ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനയുടെ കീഴിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്